എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഫോൾട്ടിയായ SMPSലെ ഫോൾട്ടുകളും അതിന്റെ ലക്ഷണവും എങ്ങനെ ലിസ്റ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും 1. തെറ്റായ SMPSൽ തണുത്ത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ ഫിസിക്കൽ ഫോൾട്ടുകൾ സ്വിച്ച് ഓൺ ആക്കാതെ ലിസ്റ്റ് ചെയ്യുക. 2. വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ വിഭാഗങ്ങൾ തിരിച്ചറിയുക. 3. വിവിധ വിഭാഗങ്ങളുടെ പ്രധാന ഘടകങ്ങൾ കമ്പോണൻസ് കണ്ടെത്തുക. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ ആയുധങ്ങളും ഉപകരണങ്ങളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് 1 സെറ്റ്, പ്രോബുകളുള്ള മൾട്ടിമീറ്റർ 1 എണ്ണം, ക്രമീകരിക്കാവുന്ന തരം ടേബിൾ ലാമ്പ് 1 എണ്ണം, മാഗ്നിഫയിംഗ് ലെൻസ് 1 എണ്ണം, ഒരു തകരാറുള്ള SMPS കിറ്റ് 1 എണ്ണം, ഓസിലോസ്കോപ്പ് 20 MHz 1 എണ്ണം, സോൾഡറിംഗ് അയൺ കിറ്റ് 1 എണ്ണം, സ്പെയർ ഘടകങ്ങൾ ആവശ്യാനുസരണം, റോസിൻ കോഡ് സോൾഡർ ആവശ്യാനുസരണം. ആദ്യം ഇത് പ്രായോഗികമാക്കുന്നതിന് മുൻപ് നമുക്ക് സുരക്ഷാ മുൻകരുതലുകൾ നടത്താം. 1. PCയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് മുൻപ് മെയിൻസിൽ നിന്ന് SMPS യൂണിറ്റ് വിച്ഛേദിക്കുക. 2. DC സ്റ്റോറേജ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാതെ വെറും കൈകൊണ്ട് PCBയിൽ തൊടരുത്. 3. കപ്പാസിറ്ററിൽ എക്രോസായി വയറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഇൻകാൻഡസെന്റ് ബൾബ് ഉപയോഗിച്ച് സ്റ്റോറേജ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. ഒരു ഇൻകാൻഡസെന്റ് ബൾബ് എടുത്ത് സ്റ്റോറേജ് കപ്പാസിറ്ററിന്റെ ടെർമിനലുകൾക്കിടയിൽ ബന്ധിപ്പിക്കുക. ബൾബിന്റെ ഫിലമെന്റ് കപ്പാസിറ്ററിന്റെ 2 ടെർമിനലുകളുമായും സമ്പർക്കം പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. ബൾബ് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ചെയ്ത കപ്പാസിറ്ററിൽ നിന്ന് കറണ്ട് എടുക്കുമ്പോൾ അത് പൂർണ്ണ തെളിച്ചത്തോടെ കുറഞ്ഞ സമയം പ്രകാശിക്കും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബൾബിന്റെ തെളിച്ചം ഗ്രാജ്വലി കുറഞ്ഞുവരും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്താൽ ബൾബ് പൂർണ്ണമായും അണയും. 4. സ്റ്റാറ്റിക് ചാർജ് ഡിസ്ചാർജ് ചെയ്യുന്നതിനായി കപ്പാസിറ്റർ ടെർമിനലുകൾ ഷോർട്ട് ചെയ്യാൻ സ്ക്രൂ ഡ്രൈവറുകൾ ഉപയോഗിക്കരുത്. 5. വോൾട്ടേജ് അളക്കുക. പരിശോധനയ്ക്ക് പോകുന്നതിന് മുൻപ് അത് 0 ആണെന്ന് ഉറപ്പാക്കുക. 6. മൾട്ടിമീറ്റർ DC വോൾട്ടേജ് മോഡിൽ സജ്ജമാക്കുക. മൾട്ടിമീറ്ററിന്റെ ചുവപ്പ്, കറുപ്പ് പ്രോബുകൾ യഥാക്രമം കപ്പാസിറ്ററിന്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകളിലേക്ക് ബന്ധിപ്പിക്കുക. കപ്പാസിറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മൾട്ടിമീറ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വോൾട്ടേജ് റീഡിംഗ് നിരീക്ഷിക്കുക. കപ്പാസിറ്റർ പൂർണ്ണമായി ഡിസ്ചാർജ് ചെയ്താൽ വോൾട്ടേജ് റീഡിംഗ് 0 വോൾട്ടുകൾക്ക് അടുത്തായിരിക്കണം. എന്നിരുന്നാലും കപ്പാസിറ്ററിൽ എന്തെങ്കിലും ശേഷിക്കുന്ന ചാർജ് ഉണ്ടെങ്കിൽ മൾട്ടിമീറ്റർ 0 അല്ലാത്ത വോൾട്ടേജ് റീഡിംഗ് പ്രദർശിപ്പിക്കും. നടപടിക്രമം: ടാസ്ക് 1. തണുത്ത അവസ്ഥയിലുള്ള ഫാൾട്ടിയായ SMPSലെ ഫോൾട്ടുകൾ പട്ടികപ്പെടുത്തുക. ഘട്ടം 1. SMPSന്റെ കവറിൽ സ്പെസിഫിക്കേഷനുകൾ രേഖപ്പെടുത്തുക. ഘട്ടം 2. മെയിൻ സപ്ലൈ വോൾട്ടേജ് SMPSൽ നിന്ന് വിച്ഛേദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഘട്ടം 3. SMPS ഓഫ് അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് തുടക്കത്തിൽ കോൾഡ് ചെക്ക് നടത്തുക. ഫാൾട്ടിയായ PCBയിലെ ഘടകങ്ങൾ: സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈസിന്റെ SMPS പശ്ചാത്തലത്തിൽ കോൾഡ് ചെക്കിംഗ് എന്നത് സാധാരണയായി ഒരു SMPS തണുത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ അതിന്റെ ടെസ്റ്റിംഗിനെയോ ട്രബിൾ ഷൂട്ടിങ്ങിനെയോ സൂചിപ്പിക്കുന്നു. അതായത് അത് അടുത്തിടെ പവർ ചെയ്തിട്ടില്ല. SMPS കവർ അഴിക്കുന്നതിന് സ്ക്രൂകൾ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യാൻ ഉചിതമായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. ടാസ്ക് 2. SMPS നിരീക്ഷിച്ച് കാണിച്ചിരിക്കുന്നതുപോലെ ഫിസിക്കൽ ഫോൾട്ടുകൾ പട്ടികപ്പെടുത്തുക. 1. PCBയിൽ കരിഞ്ഞ പുകഗന്ധം. PCBയിൽ കരിഞ്ഞതോ പുകഗന്ധമോ ഉണ്ടാകാനുള്ള ഒരു സാധാരണ കാരണം ഘടകങ്ങൾ അമിതമായി ചൂടാകുന്നതാണ്. ഇത് അമിതമായ വൈദ്യുത പ്രവാഹം, മോശം ഹീറ്റ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഫാൾട്ടിയായ കമ്പോണന്റ് എന്നിവ മൂലമാകാം. 2. PCB ബോർഡിൽ റെസിസ്റ്റർ, ഡയോഡ്, കറുപ്പ് അല്ലെങ്കിൽ കരിഞ്ഞ കേടുപാടുകളുള്ള റെസിസ്റ്റർ, ഡയോഡ് എന്നിവ പോലുള്ള ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. 3. PCBയിലെ ഏതെങ്കിലും കപ്പാസിറ്റർ ബൾജ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഒരു കപ്പാസിറ്ററിനെ അതിന്റെ റേറ്റ് ചെയ്ത സ്പെസിഫിക്കേഷനുകൾക്കപ്പുറമുള്ള വോൾട്ടേജുകൾ, കറണ്ട് ഫ്ലോ എന്നിവ ഉണ്ടായാൽ കപ്പാസിറ്ററിന് സമ്മർദ്ദമുണ്ടാക്കും. ഇത് അമിതമായി ചൂടാകുന്നതിനും വീർക്കുന്നതിനും ഇടയാക്കും. വോൾട്ടേജ് സ്പൈക്കുകൾ, പവർ സർജുകൾ അല്ലെങ്കിൽ ഫോൾട്ടിയായ സർക്യൂട്ട് ഡിസൈൻ എന്നിവ കാരണം ഇത് സംഭവിക്കാം. 4. ഷോർട്ട് സർക്യൂട്ട് കാരണം PCB ബോർഡ് ഡാർക്ക് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. വൈദ്യുത പ്രവാഹം ഉദ്ദേശിച്ച പാതയെ മറികടന്ന് ഒരു ഉദ്ദേശിക്കാത്ത റൂട്ടിലൂടെ ഒഴുകുമ്പോൾ ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുന്നു.
വ്യത്യസ്ത പൊട്ടൻഷ്യലിലുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം കാരണമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ടാസ്ക് 3. 1. PCB ബോർഡുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വയറുകൾ മുറിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. PCB ബോർഡുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വയറുകൾ ദൃശ്യപരമായി പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കുക. ഇൻസുലേഷനിൽ പൊട്ടൽ, മുറിവുകൾ അല്ലെങ്കിൽ പൊട്ടലുകൾ എന്നിവ പോലുള്ള ഫിസിക്കൽ ഡാമേജിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നോക്കുക. കണക്ടറിലേക്കും ടെർമിനലിലേക്കും സോൾഡർ ചെയ്തതോ കിംപ് ചെയ്തതോ ആയ സ്ഥലങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. 2. PCBയിൽ എന്തെങ്കിലും ട്രാക്ക് കട്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്ക്രാച്ചുകൾ, പൊട്ടലുകൾ, തുടർച്ച നഷ്ടപ്പെടൽ എന്നിവ പോലെ ട്രാക്കുകൾക്ക് ഫിസിക്കൽ ഡാമേജുകളുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നോക്കുക. PCB ട്രാക്കുകൾ പരിശോധിക്കാൻ ഒരു മാഗ്നിഫയിംഗ് ലെൻസ് ഉപയോഗിക്കുക, പ്രത്യേകിച്ചും ട്രാക്കുകൾ ചെറുതോ ഇടതൂർന്നതോ ആണെങ്കിൽ. 3. PCB ബോർഡിൽ എന്തെങ്കിലും കണക്ടറുകൾ പൊട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തകർന്ന കണക്ടർ അയഞ്ഞതോ ഇളകുന്നതോ ആയതായി തോന്നിയേക്കാം. ഇത് PCBയിൽ സുരക്ഷിതമായി ഘടിപ്പിച്ചിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. 4. PCB ബോർഡിൽ ഏതെങ്കിലും ഡ്രൈ സോൾഡറിംഗ് പോയിന്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. മങ്ങിയതോ ഷൈനിംഗ് പോയതോ പരുക്കൻ ഉപരിതല ഘടനയോ ഉള്ള ജോയിന്റുകൾക്കായി നോക്കുക. ഡ്രൈ സോൾഡറിംഗ് പോയിന്റുകളുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളാണിവ. ശരിയായി സോൾഡർ ചെയ്ത ജോയിന്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡ്രൈഡ് സോൾഡർ ജോയിന്റുകൾക്ക് പൊട്ടുന്നതോ മോശം മെക്കാനിക്കൽ ശക്തിയോ അനുഭവപ്പെടാം. 5. ഏതെങ്കിലും സ്വിച്ച് കത്തിപ്പോയ ട്രാൻസിസ്റ്ററുകൾ PCBയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഓവർ വോൾട്ടേജ്, ഓവർ കറന്റ്, ഷോർട്ട് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ സമയത്ത് ഫോൾട്ടിയായ കൈകാര്യം ചെയ്യൽ എന്നിവയാണ് ട്രാൻസിസ്റ്ററുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധാരണ കാരണങ്ങൾ. 6. SMPSൽ ഫ്യൂസ് കത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു സ്വിച്ച് മോഡ് പവർ സപ്ലൈയിൽ SMPS ഒരു ഫ്യൂസ് പൊട്ടിയാൽ അത് സർക്യൂട്ടറിയിൽ ഒരു ഫാൾട്ടുകൾ ഉണ്ടെന്നതിന്റെ സൂചനയാണ്. ടാസ്ക് 4. 1. SMPSനെ ഊഷ്മള പരിശോധന നടത്തുകയും ഔട്ട്പുട്ട് വോൾട്ടേജുകൾ അളക്കുകയും ചെയ്യുക. 2. SMPS ഫാൻ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുക. ഫാൻ ദൃശ്യപരമായി പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കുക. അത് വൃത്തിയുള്ളതും കറങ്ങുന്നതിൽ നിന്ന് തടയുന്നതുമായ തടസ്സങ്ങളിൽ നിന്ന് മുക്തമാണെന്നും ഉറപ്പാക്കുക. ഫാൻ ബ്ലേഡുകളിൽ കേടുപാടുകൾ അല്ലെങ്കിൽ തേയ്മാനത്തിന്റെ ദൃശ്യമായ അടയാളങ്ങൾ പരിശോധിക്കുക. 3. SMPSലേക്കുള്ള പവർ ഓണാക്കുക. ഒരു കമ്പ്യൂട്ടറിലോ ഇലക്ട്രോണിക് ഉപകരണത്തിലോ SMPS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകരണം ഓണാക്കുക. SMPSൽ പവർ പ്രയോഗിക്കുമ്പോൾ ഫാൻ കറങ്ങാൻ തുടങ്ങണം. 4. കണക്ടറുകളിലെയും വിവിധ ടെസ്റ്റ് പോയിന്റുകളിലെയും വോൾട്ടേജുകൾ നിരീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. 5. SMPSന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കാൻ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. SMPSന്റെ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനായി മൾട്ടിമീറ്റർ ഉചിതമായ AC വോൾട്ടേജ് റേഞ്ചിലേക്ക് സജ്ജമാക്കുക. 6. 3 ടെർമിനലുകൾക്കിടയിൽ മെയിൻ കോഡിലെ AC വോൾട്ടേജ് അളക്കാൻ ആരംഭിക്കുക. സീരിയൽ നമ്പർ 1 അളക്കാനുള്ള പാരാമീറ്റർ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് AC 230 വോൾട്ട്. റിമാർക്ക് 2 ഫേസ് ടു എർത്ത് 230 വോൾട്ട്. 3 ന്യൂട്രൽ ടു എർത്ത് 5 വോൾട്ട്. 7 DC വോൾട്ടേജ് അളക്കാൻ മൾട്ടിമീറ്റർ ഉചിതമായ റേഞ്ചിൽ സജ്ജമാക്കി SMPSന്റെ സപ്ലൈ ഓണാക്കുക. P4 കേബിൾ കണക്ടറിന് എക്രോസായി DC വോൾട്ടേജ് അളക്കുക. റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സീരിയൽ നമ്പർ 1 ഡിസ്ക്രിപ്ഷൻ ഗ്രൗണ്ട് വയർ കളർ ബ്ലാക്ക് അളക്കുന്ന വോൾട്ടേജ് 2 ഗ്രൗണ്ട് ബ്ലാക്ക്. 3 +12 VDC യെല്ലോ. 4 +12 VDC യെല്ലോ. റീക്യാപ്പ്. ഈ വീഡിയോയിൽ ഫോൾട്ടിയായ SMPSൽ കണ്ടെത്തിയ ഫിസിക്കൽ ഫോൾട്ടുകൾ എങ്ങനെ പട്ടികപ്പെടുത്താമെന്ന് നമ്മൾ പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി.